ഇനി നമുക്ക് ജോബിൻ ചേട്ടന് നെക്സ്റ്റ് സർപ്രൈസ് എന്തെങ്കിലും ഓർഡർ ചെയ്താ നോക്കട്ടെ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അതായത് ഫെബ്രുവരി 16 ഇന്ന് ഫെബ്രുവരി 15 അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ പ്രാവശ്യം വലിയ സെലിബ്രേഷൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു റിസോർട്ടിൽ പോവാന്ന്. അങ്ങനെ ഞാനും ജോബേബി മാമൂസും ആയിരുന്നു പോവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആ പ്ലാനിങ് ജസ്റ്റ് ഒന്ന് മാറ്റി. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കേട്ടോ ഈ വട്ടം പോകുന്നത് മൂന്നാറിലേക്ക്. അങ്ങനെ നമ്മൾ മൂന്നാറിലാണ് കേട്ടോ റിസോർട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട്. ഞങ്ങൾ അധികം നേരത്തെ ഒന്നും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ബൈ ദ വേ നമ്മൾ ആ റിസോർട്ടിലേക്ക് പോവാണ്. റിസോർട്ടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ സമയം ഏകദേശം ഒരു 2 മണിയോട് കൂടി ചെക്ക് ഇൻ ചെയ്യാനായിട്ട് നമ്മുടെ കള്ളിപ്പാറയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. മൂന്നാർ കള്ളിപ്പാറയിലുള്ള ഗസല് റിസോർട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അങ്ങനത്തെ നമ്മൾ റൂമൊക്കെ സെലക്ട് ചെയ്തു കേട്ടോ. ഓൾറെഡി നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ 2 താഴത്തെ റൂമുകളും അതുപോലെ തന്നെ മേളത്തെ റൂമുകൾ കണ്ടു. അപ്പൊ ഫൈനലി നമ്മൾ പൂൾ സൈഡ് റൂമാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അപ്പൊ പൂൾ സൈഡ് വില്ലയുടെ ഉള്ളിൽ എങ്ങനെയാന്ന് കാണാം. നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ തന്നെ ഒരു അടിപൊളി പൂളാണുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് റൂമും കാര്യങ്ങളും ഞാൻ കാണിച്ചു. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പൂൾ വില്ലയാണെങ്കിൽ നമുക്ക് വേറെ ടൈപ്പ് ഓഫ് റൂംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കാണാം, എന്നിട്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമൊക്കെ കണ്ടു. ഫൈനലി നമ്മൾ പൂൾ വില്ല തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല പ്രൈവസിയും അടിപൊളിയായിട്ടൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ പൂൾ വില്ല. അങ്ങനത്തെ വന്നപ്പോൾ തന്നെ ആമോസും മമ്മിയും പൂളിൻ്റെ അവിടെ തന്നെയായിരുന്നു. ആമോസിൻ്റെ ബോൾ കളിക്കാനും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ റിസോർട്ട് മൊത്തത്തിൽ പോയി കണ്ടത്. അങ്ങനെ നമ്മൾ സമയം ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ. പിന്നെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ജോബിൻ ചാനലിന് ഒരുപാട് സർപ്രൈസുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നോരോന്നോട്ട് കാണാം. അതിന് മുമ്പേ നമുക്ക് ഇതാ നമ്മുടെ വില്ലയുടെ ഉള്ളിൽ പോയി കണ്ടാലോ. സോ നമുക്കിത് ഉള്ളിലേക്ക് കയറുമ്പോ തന്നെ ആദ്യം എന്താ ഇങ്ങനെ അടിപൊളി ബെഡും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ TV യൂണിറ്റ് ആണ് പിന്നെ നെക്സ്റ്റ് നമ്മൾ കാണുന്നത്. പിന്നെ മുകളിലേക്ക് പോകാനായിട്ട് ഒരു അടിപൊളി സ്റ്റെയർകേസ് ആണ്. മേളിൽ പോയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ പൂൾവെളിയിലെ സെക്കൻഡ് റൂമാണ്. ഇതും നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ബെഡൊക്കെയാണ് ഉള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കബോർഡ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് ഒക്കെ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ വാഷിംഗ് ഏരിയ. പിന്നെ നമ്മുടെ ടോയ്ലറ്റ് നോക്കാം. അങ്ങനത്തെ നമ്മൾ ഒരു ഈവനിങ് ആയിപ്പോൾ ഒന്ന് ജസ്റ്റ് റിസോർട്ടൊക്കെ ഒന്ന് മൊത്തത്തിൽ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ റിസോർട്ടിന് ചുറ്റും ഏലത്തോട്ടാണ്. ഏകദേശം ഒരു 60 ഏക്കറിലാണ് കേട്ടോ നമ്മുടെ ഈ റിസോർട്ട് ഉള്ളത്. അപ്പോൾ 2 വഴി കൂടെ വരാം. അപ്പോൾ അത് സിമ്പിൾ ആയിട്ടുള്ള വഴിയാണ്. അപ്പുറത്തൂടെയാണ് മെയിൻ വഴിയുള്ളത്. നമ്മളപ്പോൾ ഈവനിങ് വാക്കിന് ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ ഞാൻ റിസോർട്ട് മൊത്തത്തിൽ കാണിച്ചു. അങ്ങനെ നമ്മൾ ഒരു വാക്കൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ വന്ന് നമ്മുടെ പൂൾ ഏരിയയിലേക്കാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പൂളല്ല, കയാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അടിപൊളി ആംബിയൻസ് ആണ്. ക്ലൈമറ്റും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ റിസോർട്ട് കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നല്ല രസമുള്ളൊരു തടാകമാണ് നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നത് കേട്ടോ.
അപ്പോൾ ഒരു റിസോർട്ടിൽ തന്നെ ഒരു തടാകമുള്ളപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസത്തിൽ നമുക്ക് കയാക്കിങ് ചെയ്യാം, അതുപോലെ തന്നെ ഫിഷിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിഷുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അതിനുള്ള നല്ല രസമുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ ഫിഷിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് കയാക്കിങ് ആദ്യം തന്നെ ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ ഈ കാണുന്ന ഏരിയ നമ്മൾ കിഡ്സിനൊക്കെ പ്ലേ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാലും അവർക്ക് അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നൊരു ഏരിയ കൂടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈം ലിമിറ്റ് ഒന്നും ഇല്ല കേട്ടോ. നൈറ്റ് അല്ലാത്ത സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയാക്കിംഗ് ഒക്കെ ചെയ്യാം. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു റിസോർട്ടിൽ ഇങ്ങനെ കയാക്കിംഗ് ഒക്കെ കാണുമ്പോൾ നല്ല രസമാണ്. നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്ന് നല്ല വൈബായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. കയാക്കിംഗ് അല്ലാണ്ട് നമുക്കിത് ഔട്ട്ഡോർ കുറച്ച് ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഓഫ് റോഡ് ട്രക്കിങ്ങും ഉണ്ട്. അതിന് നമുക്ക് നേരത്തെ പറയുകയാണെങ്കിൽ നമുക്കത് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കുകയാണ്. കുറച്ച് നേരം ഞാൻ കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിക്കുവാൻ്റെ ഒപ്പമാണ് ജോ ബേബി കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നല്ല രസമുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വേറെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്, അതൊക്കെ ഞാൻ ഇനി കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫിഷിങ്ങിനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ മാറി മാറി മീനെ പിടിച്ചു. പിക്കുവിനാണ് പക്ഷേ മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ.
നമ്മൾ വന്നപ്പോൾ കുറച്ച് ചൂടൊക്കെ ആയിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയി നല്ല തണുപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈവനിങ്ങിൽ ഇതിലിങ്ങനെ നടക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. നല്ല ശരിക്കും നമ്മളൊരു എന്താ പറയുക, ഒരു കാടിൻ്റെ പോലത്തെയാണ്. ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഒരു ഫോറസ്റ്റിൻ്റെ പോലെയാണ്. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് പൂൾ വില്ലയാണ്. പൂൾ വില്ല അല്ലാതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നല്ലൊരു ആംബിയൻസിൽ സെറ്റ് ചെയ്ത അടിപൊളി മറ്റൊരു വില്ലകൾ കൂടിയുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഇതുപോലെ അടിപൊളിയാണ് കാണാനായിട്ട്. പിന്നെ ഇതുപോലെയാണ് നമ്മുടെ പുറകിൽ നിൽക്കുന്ന വലിയ മുള്ളുള്ള ചെടിയാണത് കേട്ടോ. അടിപൊളിയാണ് കാണാനായിട്ട്. സൂപ്പർ വ്യൂ ആണ്. അതിൻ്റെ ഉള്ളിലാണെങ്കിലും അതുപോലെ തന്നെ ചുറ്റുമുള്ള ക്ലൈമറ്റും എല്ലാം കൊണ്ടും ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് ചെറിയ പാർട്ടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. ഏകദേശം 62 പേരെ ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ സ്പേസും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിലും ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് അതുപോലെ എന്നാ വരേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരാം കേട്ടോ. അടിപൊളിയാണ്. ക്ലൈമറ്റിൽ വന്നാൽ എന്തായാലും ഇഷ്ടപ്പെടും. ഞങ്ങൾ മിക്കവാറും ഓരോ പ്രോഗ്രാംസിനും ഇപ്പോൾ ഓരോ റിസോർട്ടാണ് എടുക്കുന്നത്. പക്ഷെ എനിക്ക് വന്നതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കൂടി എല്ലാവർക്കും കൂടി ഇത് കൂടി കാണിച്ചു തരാമെന്ന്. അതുകൊണ്ടാണ് മെയിൻലി ഞാൻ ഓരോ ഏരിയ ആയിട്ട് വീഡിയോ എടുക്കുന്നത്. സോ നമുക്കിനി കൂടി ബാക്കി കൂടി കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടൊക്കെ മൊത്തത്തിൽ ചുറ്റിക്കണ്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ
ടീ ബ്രേക്കൊക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളിത് പൂളിലേക്ക് ഇറങ്ങാൻ വന്നിട്ടുണ്ട്. നമ്മളെടുത്ത പൂൾ വില്ലയുടെ ഫ്രണ്ടിൽ തന്നെ പൂളായതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. ഇനി വൈകുന്നേരം നമുക്ക് ക്യാൻഡിലായിട്ട് ഡിന്നർ, കേക്ക് കട്ടിങ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുവരെ ഈ പൂളിൽ എൻജോയ് ചെയ്യുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. സോ എന്താ പറയുക, നമുക്കിനി പൂൾ ഏരിയയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഗായ്സ്, ഞാൻ പൂളിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെയാണ് എൻ്റെ സർപ്രൈസ് ഉള്ളത്. നമ്മള് ജോബേബിക്ക് ഒരു ചെറിയ സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു റിസോർട്ട് എടുക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ വേറെ വലിയ വലിയ പ്ലാൻ ഉണ്ടായിരുന്നു, അതെല്ലാം പെട്ടെന്ന് തന്നെ ക്യാൻസൽ ആക്കിയിട്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ നമ്മള് സർപ്രൈസ് എന്താന്ന് കാണണ്ടേ. അപ്പൊ ഞാൻ ദേ റെഡി ആയിട്ടുണ്ട്. പിന്നെ സർപ്രൈസ് അങ്ങനെ എന്റെ റിസോർട്ട് എങ്ങനെയുണ്ട് സെലക്ട് ചെയ്ത്? നല്ല കറക്റ്റ് ലൊക്കേഷനിലെ. ഇനി ജോബേബിക്ക് വേറെ ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മള് ജസ്റ്റ് ഒരു ഡിന്നർ കഴിക്കാൻ പോയിട്ട് വരാം. അപ്പൊ എന്താ സർപ്രൈസ് നമുക്ക് അവിടെ പോയിട്ട് കാണാം. എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടാ? അപ്പൊ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം. ഇനി നമ്മൾ ഡിന്നർ കഴിക്കുന്നേക്കാളും മുമ്പ് തന്നെ നമുക്ക് ക്യാമ്പ് ഫയറും അതുപോലെ തന്നെ ബാർബിക്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ നമ്മൾ ബാർബിക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ മ്യൂസിക്കോ കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്യാണ്.
it's your moment. Yeah, you know you want it, you can do it. അങ്ങനെ നമ്മുടെ ക്യാമ്പ് ഫയറും ഡാൻസൊക്കെ ചെറിയ രീതിയിൽ കഴിഞ്ഞു. ഇനി എന്താണ് സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ഞങ്ങളുടെ 3ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാനൊരു പ്ലാൻ ചെയ്ത്. അതെന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇത് റോബിനാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ജോബിൻ ചേട്ടൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് കാണുള്ളൂ. എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ചോദിക്കാറുണ്ട്, നീ എന്താ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ സർവമായ സിനിമയിലെ പോലെ ഡെല്ലിലുവിൻ്റെ പോലത്തെ സ്വഭാവമാണ്. എനിക്ക് എപ്പോഴും ഡ്രസ്സ് ഓർഡർ ചെയ്യലാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ, ഇങ്ങനെ എപ്പോഴും ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ജോബിൻ ചീത്ത പറയില്ലേന്ന്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഇല്ല ചീത്ത പറയില്ല. പക്ഷെ ആരും വിശ്വസിക്കാറില്ല. അങ്ങനെ ഡ്രസ്സ് തൊട്ട് A to Z കാര്യങ്ങൾ ഞാൻ എന്ത് പറഞ്ഞാലും ജോബിൻ ചേട്ടൻ സമ്മതിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ആൾക്ക് ഞാൻ എന്തായാലും ഒരു സർപ്രൈസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യം എൻ്റെ സർപ്രൈസിന് കാണാം. സോ നമുക്ക് മേളിലാണ് സർപ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങോട്ട് പോവാം. ബൈ ദ വേ നമ്മൾ സർപ്രൈസ് എന്താണെന്ന് കാണാൻ പോവാണ്. അപ്പം ഞാൻ ഈ മേളിലൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞേക്കാളും അടിപൊളിയായിട്ടാണ് കേട്ടോ അവരെനിക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡാണെങ്കിൽ ഓരോന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അടിപൊളി ഫുഡുമായിരുന്നു. നല്ല രീതിയിൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയാക്കി തന്നതിനാണ്. ബൈ ദ വേ അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ താഴെ പൊടിഞ്ഞ് അടുത്ത സർപ്രൈസ് കാണാം. താങ്ക് യു. എനിക്ക് ഗിഫ്റ്റോടെ ഇനി എന്താ സർപ്രൈസ്? ഫോണിലാണോ സർപ്രൈസ്? എന്തെങ്കിലും ഓർഡർ ചെയ്താ നോക്കട്ടെ. എത്ര? സീരിയസ്ലി? താങ്ക് യു. അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങളെ റൂമിലേക്ക് തിരിച്ചെത്തി. ഇനി നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ.